ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ സമയം രാത്രി 10:30. എല്ലാവരും ഉറങ്ങാൻ പോവുകയാണെന്നറിയാം. എങ്കിലും അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കാം. എനിക്കിപ്പോൾ വില്യം ഷേക്സ്പിയറിൻ്റെ കവിതയെക്കുറിച്ചുള്ള ഒരവലോകനമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്: പോയട്രി ഈസ് ദി സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി എന്ന് പറഞ്ഞാൽ ഏകാന്തതയിൽ അനുസ്മരിക്കപ്പെടുന്ന ശക്തിമത്തായ വികാരങ്ങളുടെ നിർഗളമായ പ്രവാഹം. അതാണ് കവിത. അപ്പം നോക്കണം, അവിടെ ഒരു ഏകാന്തതയുണ്ട്. ഞാൻ പറഞ്ഞതിന് അർത്ഥം, നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കിടന്ന ഓട്ടമാണ്. സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടി, മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം. പക്ഷെ ഇതിനിടയിൽ ഒരല്പസമയം നമ്മൾ ഏകാന്തമായിരിക്കണം. എന്തിനാണെന്ന് പറഞ്ഞാൽ, ആ ഏകാന്തതയിലാണ് നമ്മളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളുടെയും നല്ല അംശം നമ്മൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. ഇപ്പം നമ്മൾ രാവിലെ തൊട്ട് ഓടിക്കോട്ടെ, ജീവിതത്തിൻ്റെ പ്രയാണം അങ്ങനെ നടക്കട്ടെ. എന്നാൽ ഇത് കഴിഞ്ഞ് നിങ്ങൾ രാത്രിയിൽ വീട്ടിലെത്തിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ എവിടെയായിരുന്നോട്ടെ, അവിടെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നമ്മൾ ഏകാന്തമായിരിക്കണം. നമ്മുടെ മനസ്സിനെ നമ്മളുടെ കൺട്രോളിൽ നമ്മൾ കൊണ്ടുവരണം. അതിന് നമ്മൾക്ക് സാധിക്കും. നമ്മളുടെ മനസ്സിനോട് നമ്മൾ ആജ്ഞാപിക്കുന്നത് അവിടെ നടക്കണം. മനസ്സ് പറയുന്നതല്ല നമ്മൾ കേൾക്കേണ്ടത്, നമ്മൾ പറയുന്നത് നമ്മുടെ മനസ്സ് കേൾക്കണം. ആ ലെവലിലേക്ക് നമ്മളുടെ മനസ്സിനെ പരുവപ്പെടുത്തി നമ്മൾ കൊണ്ടുവരുമ്പോൾ, ഞാൻ ഉറപ്പായും നിങ്ങളോട് പറയാം, ആ ഇരിക്കുന്ന 10 മിനിറ്റ് 15 മിനിറ്റ് നമ്മൾ ഒറ്റയ്ക്കിരുന്ന്, നമ്മൾ കണ്ണുമടച്ച് ഇരുന്ന്, നിങ്ങൾ എന്ത് വിചാരിക്കുന്നു അതെന്തുമായിക്കൊള്ളട്ടെ, ആ 10-15 മിനിറ്റ് ശാന്തമായി നിങ്ങൾ നിന്ന് റിലാക്സ് ആയിക്കഴിഞ്ഞ് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൈപ്പിടിയിലേക്ക് വരും. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? പുതിയ പുതിയ ആശയങ്ങൾ. അത് സാമ്പത്തിക പ്രതിസന്ധികളാകാം, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളാകാം, നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രശ്നങ്ങളാകാം. എല്ലാത്തിനും ഒരു പോംവഴി, ഒരു വാതിൽ, ദാറ്റ് വിൽ ബി ഓപ്പൺഡ് ഇൻ ഫ്രണ്ട് ഓഫ് യു. നിങ്ങളുടെ മുന്നിൽ അത് തുറന്നു വരും. അത് ഉറപ്പായും ഞാൻ പറയുക. അത് തുറന്നു വരുന്നത്, അത് മറ്റുള്ളവർക്ക് അത് ചിലപ്പോൾ കാണാൻ പറ്റത്തില്ല. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങളുടെ ഉയർച്ച, നിങ്ങളെത്താൻ പോകുന്ന സ്ഥലം, നിങ്ങൾ എവിടെ ചെന്നെത്തും, ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കുവാനുള്ള കഴിവ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അതായത് നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ ആ നിമിഷം എത്തിച്ചേരും. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയട്ടെ, എല്ലാ ദിവസവും കഴിയുമെങ്കിൽ ഒരു 15 മിനിറ്റ്, അത് കഴിയുമ്പോൾ നമ്മൾക്ക് നീട്ടിക്കൊണ്ടുപോകാം. നിങ്ങൾ അല്പസമയം ഏകാന്തമായി കണ്ണുമടച്ച് ഇരുന്ന് ധ്യാനിക്കണം. അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എന്തുമായിക്കോട്ടെ, പക്ഷേ അത് നിങ്ങൾ ധ്യാനിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സ് റിലാക്സാകും, നിങ്ങളുടെ ശരീരം റിലാക്സാകും, നിങ്ങളുടെ ചിന്തകളൊക്കെ നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന രീതിയിലേക്ക് വരും. നിങ്ങളൊന്ന് ആലോചിക്കണം, മഹാന്മാരൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മൾ ലോകമറിയപ്പെടുന്ന ഗായകനായ ഡോക്ടർ കെ ജി യേശുദാസ്, അദ്ദേഹം എത്രയോ ദിവസം മൗനവ്രതം ഇരിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ആ ശരീരത്തെ, ആ സൗണ്ടിനെ അദ്ദേഹത്തിൻ്റെ കൈപ്പിടിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. അങ്ങനെയാണ് എല്ലാ മഹാന്മാരും, ലോകമറിയപ്പെടുന്ന എല്ലാവരും അല്പസമയം ധ്യാനിക്കും മനസ്സിൽ. അത് നിങ്ങൾക്കും പറ്റും, അത് നിങ്ങൾക്കും സാധിക്കും. നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ചിന്തകളെ നിങ്ങളുടെ കൈപ്പിടിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ജീവിതം ഉയർച്ചയിലേക്ക് തന്നെ നീങ്ങും, താഴ്ചയിലേക്കല്ല. ആ ഉയർച്ച കാണുവാൻ നിങ്ങൾ ഇന്നു മുതൽ ഇതൊന്ന് പരീക്ഷിക്കുക. ഇനിയും നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞത് പരീക്ഷിക്കുന്നതിന് വേണ്ടി അല്പസമയം ഇപ്പോൾ തന്നെ ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കുക, അല്ലെങ്കിൽ നാളെ ആവട്ടെ. പക്ഷേ അത് നീട്ടിക്കൊണ്ടു പോകരുത്. ഇനിയും നിങ്ങൾക്കൊരു ശുഭരാത്രി നേരുക. ഹാവ് എ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. നാളെ നമ്മൾക്ക് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.